ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഡിവൈൻ എനർജിയുടെ പ്രൊട്ടക്ഷനിലുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്നത്തേത്. നിങ്ങൾക്കൊരു വ്യക്തിയെ വേണമെങ്കിൽ മനസ്സിൽ ആലോചിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഓർമ്മ വന്നേക്കാം. അങ്ങനെയുള്ള ആളുകളിലേക്ക് മാത്രമായിരിക്കും ഇന്ന് റീഡിംഗ് എത്തുക. നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഏപ്രിൽ 11 മുൻപായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു എനർജി അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, നിങ്ങളെക്കുറിച്ചുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആ വ്യക്തിയുടെ കറണ്ട് തോട്ട്സ്, മെൻ്റൽ എനർജി, അതൊക്കെയാണ് നമ്മളിന്ന് ടാപ്പ് ചെയ്യാൻ പോകുന്നത്. അവരുടെ തോട്ട്സ് വരാം, ഇമോഷൻസ് വരാം, ഇൻറ്റൻഷൻസ് വരാം, അല്ലെങ്കിൽ അവരുടെ ഇന്നർ കോൺഫ്ലിക്റ്റ് വരാം. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. സോ നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം, എന്ത് എനർജിയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. ടാരോ, പ്ലീസ് ഗൈഡ് മീ. റിലേഷൻഷിപ്പ് റീഡിംഗ് ഫോർ എ ഡിവൈൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കാണ്, ഡിവൈൻ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഡിവൈൻ എനർജിയുടെ പ്രൊട്ടക്ഷനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. സോ ഏപ്രിൽ 11 മുമ്പായിട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സോ എന്താണ് നിങ്ങൾ മനസ്സിലാലോചിക്കുന്ന ആ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജറ്റിക്കലി കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അബൌട്ട് യു. നിങ്ങളെക്കുറിച്ചുള്ള കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കുറച്ച് റാൻഡം കാർഡ്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, വിതൗട്ട് എനി ക്വസ്റ്റ്യൻസ്. നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം, എന്താണ് അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അബൌട്ട് യു റൈറ്റ് നൗ. സോ കാർഡ് നമ്പർ 1, their thoughts and feelings. Card number 2, three and 4. Okay. What's their thought? What's their need? അവരുടെ മനസ്സിൽ എന്താണ്? ഓക്കെ, ഒരു കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. സോ 3 കാർഡ്സാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഇസ് 8 ഓഫ് സോർട്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് 4 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ഓക്കെ, 5 ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ്, കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, 3 of wands, 2 of cups, 9 of swords and 6 of pentacles. ഓക്കെ, സോ നമുക്കിതിന് ഒരു ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ മനസ്സിലാലോചിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മെൻ്റലി വളരെയധികം ട്രാപ്ഡ് ആണ്. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് അങ്ങനെയാണ്. അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ഈ ഫീലിങ്സ് കൊണ്ട് എന്ത് ചെയ്യണം എന്നിപ്പോൾ അറിയില്ല. അങ്ങനെ ഒരു എനർജിയിലാണ് അവരുള്ളത്. കാരണം അങ്ങനെ ഒരു ഓവറോൾ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അവർ ഇമോഷണലി വളരെയധികം ഡിസ്കണക്റ്റഡ് ആണ്. ഫസ്റ്റ് കാർഡ് പറയുന്നത് അങ്ങനെയാണ്, വളരെയധികം ഡിസ്കണക്റ്റഡ് ആണ്. അത് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയല്ല, പക്ഷെ അവർക്ക് അങ്ങനെ ഇരിക്കാൻ ഇപ്പോൾ സാധിക്കും എന്നുള്ളതാണ്. കാരണം അവർ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, 3 ഓഫ് വോൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്, അതുപോലെ 9 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കിപ്പോൾ തിരിച്ച് ലഭിക്കുന്നുണ്ട്. അവർ തേടിപ്പോയ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്ന് അവർക്കിപ്പോൾ വല്ലാത്ത നിരാശാബോധം വന്നിട്ടുണ്ട്. അവർക്ക് ആ ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമങ്ങൾ, ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നു. ഓക്കെ, അവർക്ക് അവരുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് അവർ കെയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യണം എന്നുണ്ട്. ബട്ട് അവരെ കൊണ്ടത് സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഇമോഷൻസ് എല്ലാം കൂടി അവരെ നല്ല രീതിയിൽ മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്.
അവർ വളരെ കോൾഡായിട്ട്, ഒന്നിനോടും ഒരു പ്രതികരിക്കാതെ, ഒരു വളരെ കോൾഡായിട്ട്, അല്ലെങ്കിൽ എല്ലാത്തിനോടും ഡിറ്റാച്ച് ചെയ്ത് ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ചില സമയത്ത് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി. പക്ഷേ ഇതൊരു ഡിഫൻസാണ്, അവരുടെ ഒരു ഡിഫൻസാണ്. സോ നിങ്ങളെ അവരൊരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ സന്തോഷങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും, ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ ഒരുപാട് സ്നേഹം ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഈ 2 കാർഡുകൾ പറയുന്നത്. ഓക്കെ, അവരുടെ മനസ്സിൽ ചിന്തിച്ചിരുന്നത് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എനർജിയാണ് ഉള്ളത്. ഈ 2 കാർഡുകൾ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്കിടയിൽ മറ്റാരോ വന്നിട്ടുണ്ട്, മറ്റാരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് അകന്നാണ്, മാനസികമായിട്ടെങ്കിലും. അതിങ്ങനെ അകന്നപ്പോൾ അവർക്ക് ഈ ഒരു എനർജി, അതായത് ആ പഴയ എനർജി, ആ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ വാല്യൂ മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ഓക്കെ, നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ ഐഡിയൽ പാർട്ട്ണർ. നിങ്ങൾ ഒരു സോൾമേറ്റ് എനർജി പോലുള്ള ഒരു ആൾക്കാരാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസിൽ അവരുടെ ആ ഇന്നർ കോൺഫ്ലിക്റ്റ്, അതായത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ കുറയുന്നുണ്ട്. അവർക്ക് വീണ്ടും ആ പഴയ സമാധാനം, നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സന്തോഷം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അവർ ആ ബാലൻസ് റീഗെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അവർക്കിപ്പോൾ കൺഫ്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റിൽ, ഈ ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെൻറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വന്നപ്പോൾ അവിടെയാണ് സന്തോഷം, അല്ലെങ്കിൽ അതാണ് നല്ലതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും അല്ലായിരുന്നു. അവരുടെ എല്ലാ കൺഫ്യൂഷൻസും മാറിയിട്ട് നിങ്ങളായിരുന്നു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ ഫുൾ ക്ലിയർ അല്ല. അവരൊരുപാട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇമോഷണലി അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അവരുടെ എല്ലാ ഇമോഷൻസും കാണിക്കുന്ന ഒരു കാർഡാണ് ഇത്. ഈ ഒരു കാർഡ് അവരുടെ രാത്രിയിലെ അവസ്ഥ പോലും കാണിച്ചു വരുന്നുണ്ട്. അവർ ഓവർ അനലൈസ് ചെയ്യുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്, ഗിൽറ്റുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടും എന്നേക്കുമായിട്ട് എന്നുള്ള ഒരു പേടിയും അവർക്കിപ്പോൾ ഉണ്ട്. ഓക്കെ, അവർ ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ 2 പേരുടെയും ഇടയിൽ ഇനി എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നവർ അന്വേഷിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? ഓക്കെ, നിങ്ങളെ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവരൊരു വെയിറ്റിംഗ് എനർജിയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട കാര്യം ഇതാണ്, ഒരു ചാൻസ് കൂടിയാണ് വേണ്ടത്. നിങ്ങളത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ ഒരു ചാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇതുവരെ ചെയ്യാഞ്ഞ കാര്യങ്ങൾ, അവർ ജസ്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ശരിയായിട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തണമെന്ന് അവർക്കിപ്പോൾ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരണമെന്നുണ്ട് ഇപ്പോൾ. കാരണം അവർക്കറിയാം അവരതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അവർക്കൊരു അപ്പോളജി, ഒരു ക്ഷമ ചോദിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കണമെന്നുണ്ട്. നിങ്ങൾ തന്നതൊക്കെ തിരിച്ചു കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ മനസ്സിലാക്കുക, ഒരു വ്യക്തി ഒരു കംബാക്ക് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഏപ്രിൽ 11 മുമ്പായിട്ട് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ചിന്തകൾ അതിശക്തമായിട്ട് മാറും എന്നുള്ളതാണ്. ഈ ഒരു എനർജി, ഈ ഒരു തോട്ട് എനർജി കൂടി വരും എന്നുള്ളതാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് അവർ ഇമോഷണലി നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവുകയെങ്കിലും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല. ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായി പോയി. അവർക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർ ചെയ്തത് ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത, അത് ഓപ്പൺ അപ്പ് ആക്കാൻ പറ്റുന്നില്ലാത്ത പോലത്തെ ഒരു എനർജിയിലാണ് അവരുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ റെഡിയാക്കി തന്നെ വെക്കുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു റീഡിങ് കാണാം.